ഹൈ ഓൾ SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ 8th സെഷനാണിത്. ഇതിനു മുമ്പ് നമ്മൾ കുറേ സെഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ CGLയുടെ. സോ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഡെഫിനറ്റ്ലി ചാനൽ ചെന്ന് അത് അവിടെ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ഇനി വരുന്ന സെഷൻസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ ഡെഫിനറ്റ്ലി വീഡിയോ ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ആദ്യത്തെ തന്നെ നമ്മുടെ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എ പേഴ്സൺ ലെൻഡ് സർട്ടൈൻ സം ഓഫ് മണി അറ്റ് ദി ആനുവൽ റേറ്റ് ഓഫ് 25% ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് റേറ്റ് തന്നിരിക്കുന്നത് 25% പെർ ആനം ആണ് തന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് അവിടെ പറയുന്നത് ഇൻ 6 ഇയേഴ്സ്, അപ്പം അവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 വർഷത്തെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ 6 ഇയേഴ്സ് ദ ഇൻട്രസ്റ്റ് എമൗണ്ടഡ് ടു ₹360 മോർ ദാൻ ദി സം ലെൻഡ്. അപ്പോൾ പറയുന്നത് ഈ ഒരു 6 വർഷം കൊണ്ട് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവിടെ പ്രിൻസിപ്പളിനെക്കാളും ₹360 കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ വരുവാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ലെൻഡ് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ എന്താണ് എന്നുള്ളതാണ് നമുക്കവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ അഗെയിൻ ഫോർമുലാസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മളിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫോർമുലാസ് ഒന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ഇവിടുത്തെ മൊത്ത നെറ്റ് റേറ്റ് എത്ര വരും എന്ന് നോക്കി കഴിഞ്ഞാൽ, മൊത്തം നെറ്റ് ഇൻട്രസ്റ്റ് എത്ര വരും നോക്കിക്കഴിഞ്ഞാൽ 25% വെച്ച് 6 വർഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 25% ഇൻറ്റു 6 എന്നൊരു ആംഗിൾ എടുക്കുമ്പോഴത്തേക്കും നമുക്കവിടെ മൊത്തം 150% ആണ് എന്ത് വരുന്നത്, നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രം വരുന്നത്. ഇനി നമുക്കറിയാം നമ്മൾ യൂഷ്വലി പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നത്, 100% ആയിട്ട് എടുക്കുന്ന ബേസ് ആയിട്ട്. ഇനി ക്വസ്റ്റിനിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ സിമ്പിൾ ഇൻട്രസ്റ്റും ഈ ഒരു പ്രിൻസിപ്പളും തമ്മിൽ ഈ പറഞ്ഞ റേറ്റിൽ 6 വർഷം കൊണ്ട് വരുന്ന വ്യത്യാസം ₹360 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ രണ്ട് വാല്യൂസ്, നമുക്ക് ഈ കിട്ടിയ രണ്ട് വാല്യൂസ് കൂടി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 150 പ്രിൻസിപ്പൾ 100. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്, 50% വരുന്നുണ്ട്. അപ്പോൾ ആ 50% എന്ന് പറയുന്നത് ആയിരിക്കണം നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് ആ ₹360 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ 50% എന്ന് പറയുന്നത് ₹360 ആണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമുക്കറിയാം 100%. അപ്പോൾ 50% 360 ആണെങ്കിൽ 100% എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, അതിന്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ 360യുടെ ഡബിൾ എന്ന് പറയുമ്പോൾ ₹720 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. നോക്കിയാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ അപ്രോച്ച് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ എടുക്കാൻ വേണ്ടി. നമുക്ക് ചുമ്മാ ഓൺ സ്ക്രീൻ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ ഒരു മെൻസുറേഷൻ ജോമെട്രി ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ സൈഡ് ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 12 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ സർക്കംസ്ക്രൈബിംഗ് ദിസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിൾ നമ്മുടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുവാണ് എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റേഡിയസ് എത്ര ആണ് എന്നുള്ളതാണ് നമുക്കവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ട്രയാങ്കിളിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കൂടിയാണ്, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേസ്. നമ്മുടെ ഒരു ട്രയാങ്കിളിന്റെ കേസിലേക്ക് വരുമ്പോൾ, ജനറലി ഒരു ട്രയാങ്കിളിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ സർക്കിൾ ആണ് ഈ ഒരു പറയുന്ന സർക്കിൾ എന്ന് പറയുന്നത്. സർക്കം സർക്കിൾ നമ്മുടെ ഒരു ഫിഗറിന്റെ ചുറ്റും വരുന്ന സർക്കിളിനെയാണ് സർക്കം സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഈ സർക്കം സർക്കിളിന്റെ റേഡിയസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സർക്കം സർക്കിളുടെ റേഡിയസ് എന്ന് പറയുന്നതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ABC/4A എന്നുള്ളതാണ്. അതിൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിളുടെ 3 സൈഡും A എന്ന് പറയുന്ന ട്രയാങ്കിളുടെ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസങ്ങൾ വരും, നിങ്ങൾക്കറിയാം ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ 3 സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ABC എന്ന് പറയുന്നത് എന്താവും, A ഇൻറ്റു A ക്യൂബ് എന്നാവും. ആൻഡ് നമ്മുടെ താഴേക്ക് വരുമ്പോഴത്തേന്ന് 4 ഇൻറ്റു നമ്മുടെ A എന്ന് പറയുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ വരും. ആൻഡ് ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത് √3/4A² കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഡയറക്ട്ലി ആ 12 എന്ന് പറയുന്ന എയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ആദ്യം ഇതിനൊന്ന് റിസോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ എടുക്കാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് A² ഇവിടുത്തെ ഈ ക്യൂബും ക്യാൻസൽ ആകും, ഇവിടുന്ന് 4ഉം ക്യാൻസൽ ആകും. സോ ഇനി ബാക്കി റിമൈനിങ് വരുന്നത് A/√3 എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ പ്ലേസ് നമ്മൾ 12 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 12/√3 എന്ന് വരും. പക്ഷേ നമുക്ക് ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നുകൂടാ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റൂട്ട് മാറ്റാൻ എന്ത് ചെയ്യണം, നമുക്ക് √3/√3 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ √3/√3 കൊണ്ട് നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഫൈനലി വരുന്നത് 12√3 ഇൻറ്റു √3 നമുക്ക് 3 എന്ന് വരും. സോ 3ഉം 12ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 എന്ന് വരും. സോ ദ ഫൈനൽ ആൻസർ അല്ലെങ്കിൽ ദ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് 4√3 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ വരും.
ഓക്കെ, വളരെ സിമ്പിളാണ് എഗെയിൻ. പക്ഷേ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, നമുക്ക് ഈ സർക്കിളുടെ റേഡിയസിന്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം, ജനറൽ ഫോർമുല. സോ ഏത് ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് നമുക്ക് ആ ട്രയാങ്കിളുടെ വാല്യൂസ് എടുത്തുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇത് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു ഫോർമുല അറിയാത്തവരോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഫോർമുല നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത, വാട്ട് ഇസ് ദ റിമൈൻഡർ വെൻ 8127 ഇസ് ഡിവൈഡഡ് ബൈ 8? വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താന്ന് പറഞ്ഞാൽ ഫുൾ നമ്പറിനെ എടുത്തുകൊണ്ട് പോയി ഒരിക്കലും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യില്ല. അതിന് വേണ്ടിയല്ല തരുന്നത്. ഉറപ്പായിട്ടും അവിടെ എന്ത് യൂസ് ചെയ്യണം, 8ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ യൂസ് ചെയ്യണം. എങ്ങനെയാണ് 8ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ 8ന്റെ ഡിവിസിബിലിറ്റി യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ എന്തായിരിക്കണം, 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ ഉറപ്പായിട്ട് റിമൈൻഡർ വരും. എന്താണ് നമുക്ക് കാണാൻ പറ്റും, ലാസ്റ്റിൽ 7 കൊടുത്തേക്കുന്നത്. ഒരിക്കലും 8ന്റെ മൾട്ടിപ്പിൾ എന്ത് വരത്തില്ല, അവസാനം 7 വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, വളരെ സിമ്പിൾ ആണ്. ഫുൾ നമ്പർ എടുക്കാൻ പാടില്ല, അവസാനത്തെ 3 നമ്പർ. ആസ് പെർ ദ ഡിവിസിബിലിറ്റി ഓഫ് 8 നമ്മൾ അവസാനത്തെ 3 നമ്പറിനെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഇപ്പൊ മൊത്തം എടുത്ത ആൻസർ കിട്ടത്തില്ലേ, മൊത്തം എടുത്ത് ഉറപ്പായിട്ട് ആൻസർ കിട്ടും, പക്ഷെ ഒരുപാട് സമയം വേസ്റ്റ് ആകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 127 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ കിട്ടും. അപ്പൊ നമുക്കറിയാം 127 നമുക്ക് 80 പോകുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, 120 ആണ്. 8 × 15 ആണ് 120 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ റിമൈൻഡർ എന്ന് പറയുന്ന ബാക്കി എത്രയേ ഉള്ളൂ, 7 ഉള്ളൂ. സിമ്പിൾ ആണ്. അപ്പൊ അത് നമുക്ക് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം, ഇതേപോലത്തെ ഡിവിസിബിലിറ്റി റൂൾസ്, എല്ലാ നമ്പേഴ്സിന്റെയും ഡിവിസിബിലിറ്റി റൂൾസ് നമുക്ക് അത്യാവശ്യം നല്ലപോലെ അറിഞ്ഞിരിക്കണം. അത് യൂസ് ചെയ്യാനും കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നോട് ഡിവൈഡ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഡിവിസിബിലിറ്റി റൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കുന്നത്, നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമുക്കൊരു ടൈം വർക്കിന്റെ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. എ, ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് സെപ്പറേറ്റ്ലി ഇൻ 10, 20 ആൻഡ് 40 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് ആദ്യം ടേബിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. എ, ബി, സി, എ 10 ഡേയ്സും ബി 20 ഡേയ്സും ആൻഡ് സി 40 ഡേയ്സും ആണ് ആ ഒരു വർക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേയ്സ് എല്ലാം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈം തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ LCM അല്ലെങ്കിൽ ഇതെല്ലാം ഒരേപോലെ പോകുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 40 എടുക്കാം, അതെല്ലാം 40ൽ പോകും. സോ അതായിരിക്കും നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എഫിഷ്യൻസിയിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ നമുക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാണ് വർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 4 × 10 ആണ് 40, 2 × 20 ആണ് 40 ആൻഡ് 1 × 40 ആണ് 40 ആൻഡ് ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 7 എന്ന് വരും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പറയുന്നത് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദി വർക്ക് be completed if A is assisted by both B and C every third day. അപ്പൊ നമുക്ക് ഇതെന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റിന്റെ ക്വസ്റ്റൻ ആണ്. ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റിന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ക്ലിയർലി പറയുന്നുണ്ട്, ആദ്യത്തെ ദിവസം എ മാത്രം വർക്ക് ചെയ്യുന്നത്, രണ്ടാമത്തെ ദിവസം എ മാത്രം വർക്ക് ചെയ്യുന്നത്. പക്ഷെ മൂന്നാമത്തെ ദിവസം എന്ത് സംഭവിക്കുന്നുണ്ട്, എ ഒറ്റയ്ക്കല്ല, എയും ബിയും സിയും വർക്ക് ചെയ്യുന്നുണ്ട്. ബിയും സിയും എല്ലാം മൂന്നാമത്തെ ഡേ ആണ് ഇവരെ അസിസ്റ്റ് ചെയ്യുന്നത്, എനെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എ ഒരു ദിവസം ഒറ്റയ്ക്ക് എത്ര വർക്ക് ചെയ്യും, നമുക്കറിയാം ഇവിടെ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. സോ എ ഒറ്റയ്ക്ക് ഒരു ദിവസം 4 വർക്ക് ചെയ്യും. ബിയും അതേപോലെ അഗെയിൻ എ അടുത്ത ദിവസം ഒറ്റയ്ക്ക് എത്ര ചെയ്യും, 4 ചെയ്യും. ഇനി എയും ബിയും സിയും കൂടി എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്, 7 ആണ്. സോ അന്നത്തെ ദിവസം 7 വർക്ക് അവർക്ക് തീർക്കാൻ പറ്റും ഒരുമിച്ച്. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ. ഇപ്പൊ 3 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആയി, 7 + 4 11 + 4 15 15 കംപ്ലീറ്റ് ആയി. നമുക്ക് മൊത്തം എത്ര കംപ്ലീറ്റ് ആവണം, 40 കംപ്ലീറ്റ് ആവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒരു 3 ഡേയ്സ് കൂടി റിപ്പീറ്റ് അടിക്കുവാണെങ്കിൽ, നമ്മൾ ഇതേപോലെ അഗെയിൻ 3 ഡേയ്സ് റിപ്പീറ്റ് ആവുകയാണെങ്കിൽ വീണ്ടും എ ആൻഡ് ദെൻ ABC ഇങ്ങനെ നമ്മൾ എഴുതല്ല, നമ്മൾ ജസ്റ്റ് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. സോ വീണ്ടും ഈ പറഞ്ഞ സംഭവം റിപ്പീറ്റ് ആവണമെങ്കിൽ വീണ്ടും എത്ര വർക്ക് തീരും, 15 വർക്ക് തീരും. ആൻഡ് നമുക്കിവിടെ 4, 5, 6 ദിവസത്തോളമായി. ഇനി നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 15 പ്ലസ് ചെയ്യുമ്പോൾ എത്ര ആവുന്നുണ്ട്, 30 ആവുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്ര തീരണം, 40 തീരണം. അപ്പൊ ഇനി വീണ്ടും ഒരു 15 എടുക്കാൻ പറ്റത്തില്ല, ഫുൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഫുൾ റിപ്പീറ്റ് ചെയ്താൽ 45ലേക്ക് പോകും, നമുക്ക് 40 മതി. അങ്ങനെയാണെങ്കിൽ 7th ഡേ വീണ്ടും ആരായിരിക്കും വരുന്നത്, എ വരും. എ വന്നാൽ എത്ര ചെയ്യും, 4 ചെയ്യും. അപ്പൊ എത്രയായി, 30 4 34 ഇനി വീണ്ടും 8ാമത്തെ ദിവസം വീണ്ടും എ വരും, എത്ര ചെയ്യും, 4 ചെയ്യും. അപ്പൊ 34 എന്നുള്ളത് 38 ഇനി അടുത്ത ദിവസം 9ാമത്തെ ദിവസം ആരൊക്കെയാണ് വരുന്നത്, എയും ബിയും സിയും വരും. പക്ഷെ എയും ബിയും സിയും വന്നാൽ എത്ര ചെയ്യും, 7 ചെയ്യും. നമുക്ക് 7 ചെയ്യണ്ട,
നമുക്കിനി എത്ര ബാക്കിയുള്ളൂ? നമുക്കിപ്പോൾ ഇപ്പം തന്നെ നമുക്ക് 38 കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ശരിക്കും ചെയ്യാനുള്ളത്, അപ്പോൾ ഇവിടെ വരെ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 8 കൂടി ചേർത്ത് നമുക്ക് മൊത്തം ഇവിടുന്ന് ഫുള്ള് 38 കംപ്ലീറ്റ് ആയി. സോ നമുക്ക് ഇനി പെൻഡിങ് വർക്ക് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. എന്നുള്ള 40ൽ 38 തീർന്നു. അപ്പോൾ അടുത്ത ദിവസം ഇനി ആര് വരും? ഇവർ 3 പേര് വന്നാൽ 7 യൂണിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 2 ചെയ്താൽ മതി. അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി ആ ഒരു ടോട്ടൽ ടൈം എന്ന് പറയുന്നത് മൊത്തം എത്ര ഡേയ്സ് എടുത്തു? 8 ഡേയ്സ് എടുത്തു. ഇനി ഇത് കൂടാതെ ഇനി എത്ര ബാക്കിയുണ്ട്? 2 ഉണ്ട്. അടുത്ത ദിവസം എത്ര ചെയ്യാൻ പറ്റും? 7 ചെയ്യാൻ പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് 8 2/7 ഡേയ്സ് ആണ് എടുക്കുന്നത്. ഞാൻ 8 ദിവസം മൊത്തവും ആൻഡ് 9ാമത്തെ ദിവസത്തിന്റെ ഒരു ചെറിയ ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷൻ എത്രയാണ്? 2/7 ആണ് ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 2 കൂടി ചെയ്യാനുണ്ട്, 7 ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് 2/7 എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 8 2/7 ഡേയ്സ് എന്ന് വരും. ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റ് അത്യാവശ്യം എക്സാമിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ആൻഡ് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അഗൈൻ ഒരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് അവിടെ ആക്ച്വലി അവർ ഡയറക്ട്ലി ഫോർമുല തന്നെ ചോദിച്ചിരിക്കുന്നത്. സൈൻ ആൽഫ മൈനസ് സൈൻ ബീറ്റ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് അതേ ഫോർമുല ഒന്ന് നല്ലപോലെ എഴുതാം. അപ്പൊ അതിനെ എ ആൻഡ് ബിയുടെ ടേംസിൽ എടുക്കാം. സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്ന ഫോർമുല എടുക്കുമ്പോൾ അത് വരുന്നത് ഇങ്ങനെയാണ്. 2 മൈനസ് ആയതുകൊണ്ട് ആദ്യമേ കോസ് വരും. സോ 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു നമുക്ക് സൈൻ എ മൈനസ് ബി ബൈ 2. ഇതാണ് നമ്മളുടെ സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ള ഫോർമുല ഏതാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഓപ്ഷനും ചെക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യേണ്ട ഇതാണ്. കോസും സൈനും ചെക്ക് ചെയ്യുക ആദ്യമേ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോസും സൈനും വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അപ്പോൾ എന്തായാലും സെക്കൻഡും അല്ല ലാസ്റ്റ് വണ്ണും അല്ല. ഇനി എന്ത് ചെയ്യുക? ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക തന്നേക്കുന്ന ഏതാ ശരി. അപ്പോൾ ആദ്യമേ എ പ്ലസ് ബിയും പിന്നെ എ മൈനസ് ബിയും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യമേ എ മൈനസ് ബി ആണ് തന്നേക്കുന്നത്, അല്ലെങ്കിൽ അൽഫ മൈനസ് ബീറ്റ തന്നേക്കുന്നത്, എന്നിട്ട് അൽഫ പ്ലസ് ബീറ്റ തന്നേക്കുന്നത്. പക്ഷെ നമുക്ക് കോസിൻ്റെ കൂടെ എന്താ വരേണ്ടത്? അൽഫ പ്ലസ് ബീറ്റ ആണ് വരേണ്ടത്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരുന്നത് എവിടെയാണ്? ഇവിടെയും ഇവിടെയാണ് കറക്റ്റായിട്ട് വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം കാണാൻ പറ്റും അത് ഡയറക്ട്ലി കണക്ട് ചെയ്യുന്നത് ഈ ഫോർമുല ആയിട്ടാണ്. ഇപ്പൊ നോക്കിയാൽ നമ്മൾ ലാസ്റ്റ് സെഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവിടെയും നമ്മൾ ട്രിഗ്നോമെട്രിന്റെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അവിടെയും എക്സാമിൽ ചോദിച്ചിരുന്ന ഡയറക്റ്റ് ഫോർമുല തന്നെ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇവിടെയും ഇപ്പൊ എക്സാമിൽ ഡയറക്റ്റ് ഫോർമുല തന്നെ ആയിരുന്നു ചോദിച്ചത്. രണ്ടും ഒരേ ഷിഫ്റ്റിലെ ക്വസ്റ്റൻ ആയിരുന്നു. ഒരേ ഷിഫ്റ്റിൽ വന്ന ട്രിഗ്നോമെട്രിയുടെ 2 ക്വസ്റ്റൻസും ഡയറക്റ്റ് ഫോർമുലാസ് ആണ് ചോദിച്ചിരുന്നത്. സോ ട്രിഗ്നോമെട്രിയിലേക്ക് വരുമ്പോൾ ഒരുപാട് സിജിഎലിന്റെ ലാസ്റ്റ് 2 ഇയേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് ഡയറക്റ്റ് ഫോർമുലാസിനെ തന്നെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് ഓർഡർ ഒക്കെ ഒന്ന് മാറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. സോ അത്യാവശ്യം ഫോർമുലാസ് തന്നെ നല്ലപോലെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻസ് നല്ല ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രാക്ടീസ് വഴി നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. നമുക്ക് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഏത് ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു വളരെ ക്ലിയർ ഐഡിയ കിട്ടാൻ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യും. സോ ഇനി വരുന്ന വീഡിയോസും കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അതെല്ലാം കണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ കിട്ടിയെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സെഷൻസിൽ കൂടുതൽ ക്വസ്റ്റൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്